തലസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലും പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. അതിപ്പോഴും തുടരുന്നു. തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങളിലൊന്നായ തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിൽ പ്രതീക്ഷിക്കുന്നത് പതിനായിരങ്ങളെ. ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണം പൂർത്തിയാക്കുന്നവർക്ക് സുരക്ഷ ഒരുക്കുന്നതോടൊപ്പം ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രജിത് മോഹനെ ഒരിക്കൽ കൂടി ചെയ്യുന്നു. പ്രജിത്ത്, നമ്മൾ ഈ പുത്തൻ പുലരിയുടെ ആദ്യ മിനിറ്റുകളിൽ പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നായിരുന്നു വിവരങ്ങൾ നൽകിയത്. അവിടെ ഇപ്പോഴും വലിയ തിരക്കാണോ? കൃഷ്ണരാജ്, നമ്മൾ ആദ്യഘട്ടത്തിൽ ക്ഷേത്രത്തിനുള്ളിൽ നിന്നാണ് ലൈവ് നൽകിയെങ്കിൽ ഇപ്പോൾ നമ്മളിത് ക്ഷേത്രത്തിന് പുറത്താണുള്ളത്. ഇപ്പോഴും ഇവിടെ വലിയ ക്യൂ ഉണ്ട്. അത് നമ്മൾ നിൽക്കുന്നതിന് കുറേ പിന്നിലേക്ക് നാഷണൽ ഹൈവേയുടെ ഒരു വശം മുഴുവൻ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ നിന്ന് 2 വരികളായി പോലീസ് ആളുകളെ ഇങ്ങോട്ടേക്ക് കടത്തിവിടുകയാണ്. ഈ 2 വരികളിലും നിറയെ ആളുകളുണ്ട്. ഇതിനൊപ്പം തന്നെയാണ് ഇത് കഴിഞ്ഞ് മടങ്ങുന്നവരും ഇതിനിടയിൽ വരുന്നുണ്ട്. അതിനൊപ്പമാണ് ഇത്തരം ദിവസങ്ങളിൽ ഇത്രയധികം ആളുകൾ തടിച്ചുകൂടുന്ന, ഇത്രയധികം പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ സേവാപ്രവർത്തനവുമായി രംഗത്തെത്തുന്നവരെയും നമുക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ സേവാഭാരതിയുടെ ചില പ്രവർത്തകർ ഇവിടെയുണ്ട്. അവർ ഇവിടെ കുടിവെള്ള വിതരണം, മറ്റൊരിടത്ത് മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയിട്ടുള്ള ജോലികളിലാണ് ഏർപ്പെടുന്നത്. ആ ഒരു ഭാഗത്തേക്ക് പോകാം. ഇവിടെയാണ് സേവാഭാരതിയുടെ ദാഹജല വിതരണം. ഇവിടെ ചേട്ടാ, എവിടെ വെള്ളം കൊടുക്കും, പിന്നെ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. ഇവിടെ സെൻറ്ററിൽ വെള്ളം കൊടുക്കുന്നുണ്ട്. ക്ഷേത്രത്തിനകത്ത് മെഡിക്കൽ ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. ആറ്റുകൾ ഹോസ്പിറ്റലിൽ ചേർന്നുകൊണ്ട് മെഡിക്കൽ ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. ആറ്റുകൾ ഹോസ്പിറ്റൽ ഡോക്ടർമാർ, ഇപ്പോൾ ഒരു ഡോക്ടറും 4 നഴ്സുമാരും ഉണ്ട്. ആംബുലൻസ് സർവീസുകളുണ്ട്. ഇവിടെ ഇപ്പോൾ കുടിവെള്ളം 12 മണി തൊട്ട് വെള്ളം കൊടുത്ത് തുടങ്ങിയാണ്. ബലി തുടങ്ങിയ തൊട്ട് നമ്മൾ ചുക്ക് കാപ്പി കൊടുത്തു തുടങ്ങി. ഇപ്പോൾ ചുക്ക് വെള്ളമാണ്. ഇപ്പോൾ ഒരു തിരക്കുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മാറും. കൃഷ്ണരാജ്, ഇന്നലെ രാത്രി ഇവർ കർമ്മത്തിനെതിരായ രംഗത്തുണ്ട്. ചുക്ക് കാപ്പിയും പിന്നെ ഇപ്പോൾ കുടിവെള്ളവും ഒക്കെ നൽകും. ഒരു വശത്ത് സേവാഭാരതിയുടേതായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുണ്ട്. അവിടെ ഡോക്ടർമാരെ ആറ്റുകാൽ ആശുപത്രിയുമായി സഹകരിച്ച് ഒരു ഡോക്ടറും 4-5 നഴ്സുമാരുമുണ്ട്. ഒപ്പം തന്നെ 2 ആംബുലൻസ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ അർപ്പണത്തിനും സേവാഭാരതി പതിവ് പോലെ സേവാപ്രവർത്തനങ്ങളായി രംഗത്തുണ്ട്. അതായത് തിരക്ക് കൂടുമ്പോഴൊക്കെ ഇത്തരം ആളുകൾ ഒരുപാട് എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോഴും ചടങ്ങുകൾ ആറ്റുകാൽ പൊങ്കാല പോലെയുള്ള ആഘോഷങ്ങൾക്കുമെല്ലാം വലിയ രീതിയിൽ സേവാപ്രവർത്തനവുമായി രംഗത്തെത്തുന്ന സേവാഭാരതി പതിവ് പോലെ അവർ കർമ്മനിരതരാണ്. എന്തായാലും തിരുവല്ലം ക്ഷേത്രത്തിൽ തിരക്ക് തുടരുകയാണ്. ഒരു 11 മണി 12 മണി വരെയൊക്കെ സമാനമായ രീതിയിൽ തിരക്ക് തുടരുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു പതിവ് എന്നുള്ളത്. അത് കഴിഞ്ഞും ആളുകൾ എത്തുന്ന സാഹചര്യവുമുണ്ട്. വർഷം മുഴുവൻ, ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വർഷം മുഴുവൻ ബലിതർപ്പണം നടക്കുന്ന ഒരു ക്ഷേത്രമായതിനാൽ തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല.